ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചകാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹതാത്മനാം. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കൃതിയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം നമ്മൾ മനനം ചെയ്തു. ആ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും, ശിഷ്യന്മാർ ഗുരുവിൻ്റെ സന്നിധിയിൽ ദീർഘകാലം താമസിച്ചു. സേവാ നമസ്കാരങ്ങൾ ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഉത്കടമായ ആഗ്രഹത്തോടു കൂടി അവരുടെ ജിജ്ഞാസയെ ഗുരുസന്നിധിയിൽ ഉണർത്തിക്കുകയുണ്ടായി. ധർമാധർമ്മൗ വിവിച്യ ശ്രോതും വയം അദ്യ ഉത്കണ്ഠിത. അല്ലയോ സർവജ്ഞനായ ഗുരുനാഥ, ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിച്ച് കേൾക്കുവാൻ ഇന്ന് ഞങ്ങൾ അതീവ ആഗ്രഹമുള്ളവരായി തീർന്നിരിക്കുന്നു എന്നായിരുന്നു ശിഷ്യന്മാരുടെ ചോദ്യം. അപ്പൊ നമുക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ധർമ്മത്തെ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വേണമെങ്കിൽ ശിഷ്യന്മാർക്ക് ചോദിക്കാമായിരുന്നു. പക്ഷെ അവിടെ ചോദ്യം ധർമാധർമ്മവും വിവിച്ച എന്നാണ്. ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ, വേർതിരിച്ച് കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ വിവിച്ച എന്നുള്ളൊരു പദം നമ്മൾ കണ്ടു. വിവിച്ച എന്ന് പറഞ്ഞാൽ വിവേകം ചെയ്യുക. വിജിർ പൃഥക്കരണേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പൃഥക്കരണ എന്ന് പറഞ്ഞാൽ രണ്ടാക്കി മാറ്റുക, വേർതിരിച്ച് മാറ്റുക. വിവേകം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഓരോന്നിനെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് എന്നാണ്. ഈ ഗ്രന്ഥത്തിന്റെ മംഗളാചരണത്തിൽ ആരാണ് ഈ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അധികാരി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടായി. അവ്യാഹത ബുദ്ധിയുള്ളവർ എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. കുടില ബുദ്ധിയില്ലാത്തവർ, നേർബുദ്ധിയുള്ളവർ, തുറന്ന മനസ്സുള്ളവരാണ് ശ്രീനാരായണ ധർമ്മത്തെ സ്വായത്തമാക്കുവാൻ അധികാരിയായവർ. അപ്പോൾ ആധ്യാത്മികമായ
അധികാരിത്വത്തിന്റെ ശ്രേണിയിൽ വരുന്ന ഒരു ഘടകമാണ് വിവേകം എന്നുള്ളത്. നമ്മൾ ബ്രഹ്മവിദ്യാ പഞ്ചകം പഠിക്കുമ്പോൾ അതിൽ ആദ്യത്തെ വരി തന്നെ നിത്യ അനിത്യ വിവേകതാം എന്നാണ്. നിത്യവും അനിത്യവും വിവേകം ചെയ്തറിയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് വിവേകം ചെയ്തറിയേണ്ടി വരുന്നത്, വേർതിരിച്ചറിയേണ്ടി വരുന്നത്? നമുക്ക് കണ്ണു തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇത് ധർമ്മം, ഇത് അധർമ്മം, ഇത് ശരി, ഇത് തെറ്റ് എന്ന് മനസ്സിലാക്കിയാൽ പോരെ. അപ്പൊ വേർതിരിച്ചറിയേണ്ടുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? കാരണം ധർമ്മവും അധർമ്മവും എല്ലാം മിശ്രീഭൂതമായി കൂടിച്ചേർന്ന് കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ശരിയും തെറ്റും, ധർമ്മവും അധർമ്മവും, നാം പോകേണ്ട വഴിയും പോകാൻ പാടില്ലാത്ത വഴിയും എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം എന്ന് തിരിച്ചറിയാൻ അല്പം പ്രയാസമുണ്ട്. നമ്മൾ കരുതിയേക്കാം ധർമ്മത്തെയും അധർമ്മത്തെയും നമുക്ക് തിരിച്ചറിയാൻ എന്താണ് ഇത്രമാത്രം പ്രയാസമെന്ന്. പക്ഷേ ചിന്തിച്ചാൽ മനസ്സിലാക്കാം, ധർമ്മത്തെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ കഠിനമായ കാര്യമാണ്. കാരണം ധർമ്മത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് അത് വളരെ സൂക്ഷ്മമാണ്, വളരെ സൂക്ഷ്മമാണ്. ഒരു പ്രവൃത്തി അത് ധർമ്മമാണെന്ന് നമ്മൾ നിശ്ചയിക്കണമെങ്കിൽ ധർമ്മത്തിന്റെ സ്വരൂപത്തെ മനസ്സിലാക്കാനുള്ള കഴിവാണ്. ആ സ്വരൂപത്തെ ധാരണ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലേ ആ പ്രവൃത്തി ധർമ്മമാണ് എന്ന് നമുക്ക് ബോധ്യമാകും. മാത്രമല്ല അധർമ്മം പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്നത് ധർമ്മത്തിന്റെ മേലങ്കി അണിഞ്ഞിട്ടാണ്. ഒരു പൗരാണികമായ ചില ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. രാമായണ മാസം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. മാതാ ജാനകി, സീതാമാതാവ്, ഭഗവാൻ രാമൻ, ലക്ഷ്മണൻ എല്ലാവരും വനവാസത്തിന് വേണ്ടി പുറപ്പെട്ടു. അപ്പൊ വനത്തിൽ പർണശാലയിൽ ഇരിക്കുന്ന സമയത്ത് ചില സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. ശ്രീരാമനും ലക്ഷ്മണനും പുറത്തേക്ക് പോയി. സീതാദേവിയെ പർണശാലയില് സുരക്ഷിതമായൊരു വിധികളൊക്കെ ചെയ്ത് പർണശാലയിൽ ഇരുത്തി. ആ സമയത്താണ് ഇങ്ങനെയൊരു ദേവി വനത്തിൽ വന്നിട്ടുണ്ട് എന്ന വാർത്ത അറിഞ്ഞ് സീതാദേവി അപഹരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി രാവണൻ വരുന്നത്. ഈ കഥകൾ ഭാരതത്തിലെമ്പാടും പ്രസിദ്ധമാണ്, നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അപ്പൊ രാവണൻ എന്ത് വേഷത്തിലാണ് വന്നത്? ഒരു ഋഷിയുടെ, ഒരു സന്യാസിയുടെ, സജ്ജനങ്ങളുടെ വേഷം ധരിച്ചാണ് രാവണൻ വന്നത്. നോക്കൂ, സീതാദേവിക്ക് രാവണൻ എന്ന് പറയുന്ന ആ അധർമ്മത്തെ വേർതിരിച്ചറിയുവാൻ സാധിച്ചില്ല. മറിച്ച് രാവണനെ കണ്ടപ്പോൾ അത് ധർമ്മമാണെന്ന് കരുതി. അനന്തരം എന്തു സംഭവിച്ചു? ദുഃഖിതയായി. ഇനി മറ്റൊരു സന്ദർഭം നോക്കൂ. ഭഗവാൻ കൃഷ്ണൻ, അവിടുത്തെ ബാല്യകാലം, അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് ശത്രുക്കള് ഓരോരോ അസുരന്മാരെ അയക്കുന്നു, ഓരോ ആളുകളെ അയക്കുന്നു, കൊട്ടേഷൻ ടീമിനെ അയക്കുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ ഭഗവാനെ കൊല്ലാൻ വന്ന ഒരാളാണ് പൂതന. പൂതന രാക്ഷസീയ ഭാവമുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ തന്റെ രാക്ഷസീയ ഭാവം, അധാർമികമായ ആ ഒരു ഭാവത്തെ പ്രകടിപ്പിച്ചിട്ടല്ല പൂതന ഭഗവാന്റെ അടുത്തെത്തിയത്. എങ്ങനെ എത്തി? ഒരു ശാലീനയായ, ഒരു സുന്ദരിയായ ഒരു യുവതിയുടെ വേഷത്തില് അങ്ങനെയാണ് എത്തിയത്. പക്ഷെ ഭഗവാന് വ്യക്തമായിട്ട് മനസ്സിലായി, ശാലീനതയുടെ, നിഷ്കളങ്കതയുടെ, സൗന്ദര്യത്തിന്റെ മേലങ്കി അണിഞ്ഞാലും ഇവൾ രാക്ഷസീയ വൃത്തിയുള്ള അധാർമികയാണെന്ന് ഭഗവാൻ പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് പാല് കൊടുത്ത് ഭഗവാനെ കൊല്ലാൻ വന്ന പൂതനയെ പാല് കുടിച്ചു തന്നെ ഭഗവാൻ മോക്ഷം നൽകി.
ഇതൊക്കെ പറഞ്ഞത് ധർമ്മത്തെയും അധർമ്മത്തെയും നാം കരുതിയേക്കാം വളരെ ഈസി ആയിട്ട് എനിക്ക് ശരിതെറ്റുകളെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ ശരിതെറ്റുകളെ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് വളരെ കഠിനവും ക്ലിഷ്ടവുമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം എന്തെങ്കിലും ദുഃഖത്തെയും കഷ്ടപ്പാടുകളെയും സമ്മർദ്ദങ്ങളെയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വസ്ഥമായിരുന്ന് വിചാരം ചെയ്ത് ആ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും അനുഭവിക്കാൻ ഇടയായ അടിസ്ഥാന കാരണത്തിലേക്ക് നാം എത്തിച്ചേരും. ആ അടിസ്ഥാന കാരണം പലപ്പോഴും നാം സ്വീകരിച്ച തെറ്റായ നിലപാടുകളും തെറ്റായ സമീപനങ്ങളുമായിരിക്കും. ആ സന്ദർഭത്തിൽ ഞാൻ ആ വ്യക്തിയോട് അങ്ങനെ പെരുമാറരുതായിരുന്നു, ആ വ്യക്തിയോട് അങ്ങനെ സംസാരിക്കരുതായിരുന്നു, ആ ഒരു സാഹചര്യത്തില് അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ പാടില്ലായിരുന്നു. ആ സാഹചര്യത്തിൽ നാം എടുക്കുന്ന നിലപാട് ശരിയാണെന്ന് നമുക്ക് അപ്പോൾ തോന്നും. പിന്നീടാണ് വിചാരം ചെയ്ത് മനസ്സൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ പിന്നീട് മനസ്സിലാകും ആ നിലപാട് ശരിയായിരുന്നില്ല എന്ന്. നോക്കൂ, നാം എന്തുകൊണ്ട് ആ നിലപാട് എടുക്കുന്നു? ആ സമയത്ത് നമുക്ക് തോന്നുകയാണ് ഇത് ശരിയാണ്, ഞാൻ എടുത്ത ഈ നിലപാടാണ് ശരി. പക്ഷെ പിന്നീട് മനസ്സിലായി ആ നിലപാട് തെറ്റാണെന്ന്. അതുകൊണ്ടൊരു ശരിയായ നിലപാടിനെ സ്വീകരിക്കാൻ ശരികളും തെറ്റുകളും കൂടിക്കുഴഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും തെറ്റായ നിലപാടിനെ ശരിയെന്ന് മനസ്സിലാക്കുന്നു, ശരിയെ തെറ്റെന്ന് മനസ്സിലാക്കുന്നു, ധർമ്മത്തെ അധർമ്മമെന്ന് മനസ്സിലാക്കുന്നു, അധർമ്മത്തെ ധർമ്മമെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം കൂടിക്കലർന്ന് ഇരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാട്, ഇത് ഇന്ന മാർഗമാണ്, ഇത് ഇന്ന മാർഗമാണ് എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട്, വ്യക്തമായ അറിവ് ഞങ്ങൾക്ക് നൽകിയാലും ധർമ്മമർമ്മജ്ഞനായ സർവജ്ഞനായ ഗുരുദേവ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശിഷ്യഗണങ്ങള് സ്വാമി തൃപ്പാദങ്ങളില് ശരണാഗതത്തെ പ്രാപിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തിരുന്നു, 2-ാം അധ്യായം എന്ന് പറയുന്നത് ഗുരുവിന്റെ സമന്വയ ദർശനത്തെ കൂടി പറയുന്ന അധ്യായമാണ്. സമന്വയ ദർശനം എന്ന് പറയുന്നത് നാം നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ്. ഈ ലോകത്ത് മുഴുവൻ കാര്യങ്ങളും പരസ്പര വൈരുദ്ധ്യമുള്ളതാണ്. അത് വ്യക്തികളാകട്ടെ, മതങ്ങളാകട്ടെ, ജാതികളാകട്ടെ, ദേശങ്ങളാകട്ടെ, എല്ലാം തന്നെ വൈരുദ്ധ്യാത്മകമാണ്. ഈ വൈരുദ്ധ്യങ്ങളെല്ലാം എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം, ഈ വൈരുദ്ധ്യങ്ങളിലൊക്കെ എങ്ങനെ ഒരു ഏകത്വത്തെ ദർശിക്കാം എന്ന ചിന്താ പദ്ധതിയാണ് സമന്വയ ദർശനം. മനുഷ്യ സമൂഹത്തെ ഏറ്റവും ആഴത്തിൽ സ്വാധീനിച്ച, മനുഷ്യ സമൂഹത്തെ വളരെയധികം സ്വാധീനിച്ച 3 ഘടകങ്ങളാണ്. 1 ജാതി, 2 മതം, 3 ദൈവം. ഈ ലോകത്ത് ഒരുപാട് ഘടകങ്ങൾ മനുഷ്യരെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ ജാതി, മതം, ദൈവം എന്നതുപോലെ മനുഷ്യ സമൂഹത്തിന് മേൽ ഇത്രയും സ്വാധീനം ചെലുത്തിയ മറ്റു കാര്യങ്ങളില്ല. ഇപ്പൊ ജാതി എന്ന വിഷയമെടുത്താൽ അനേകായിരം ജാതികൾ ലോകത്തുണ്ട്. ഈ ഓരോ ജാതികളുടെയും സ്വഭാവ രീതികൾ മറ്റൊരു ജാതിയുമായിട്ട് വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, ചിലപ്പോൾ വൈരുദ്ധ്യവുമാണ്. ഈ മതങ്ങളുടെ കാര്യമെടുക്കൂ, ഒരുപാട് മതങ്ങൾ ഈ ലോകത്തുണ്ട്. ഓരോ മതത്തിന്റെയും സ്വഭാവ സംസ്കാരം വ്യത്യസ്തമാണ്, വൈരുദ്ധ്യമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ മതം, അവന്റെ മതം, ഇവന്റെ മതം, നമുക്ക് പരിചയമുള്ള മതങ്ങളുടെ രീതികളും ആശയങ്ങളും അവരുടെ നിലപാടുകളും എല്ലാം ഒന്നിനോടൊന്ന് വൈരുദ്ധ്യമായിട്ട് തോന്നുന്നു. ഇനി ദൈവസങ്കല്പങ്ങളും തീർത്തും വൈരുദ്ധ്യമാണ്. അപ്പൊ ഈ വൈരുദ്ധ്യങ്ങളെ സമന്വയിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ
ശ്ലോകം ശ്രദ്ധിക്കാം. ഈ രണ്ടാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങളെ സമന്വയിക്കുകയാണെന്ന് പറയുന്നത് മുന്നോട്ടാണ്. ഈ ശ്ലോകം മുതൽ ശിഷ്യന്മാർ ഈ വൈരുദ്ധ്യങ്ങളെ പ്രകടമാക്കുകയാണ്. ഇന്ന് ലോകത്തിൽ നിലവിലുള്ള ജാതി മത ഈശ്വര സങ്കല്പാദി വൈരുദ്ധ്യങ്ങളെ പ്രകടമാക്കിയതിന് ശേഷമാണ് ഗുരുനാഥൻ അതിന് ഉത്തരം നൽകുന്നത്. നോക്കൂ, ശംസന്തി കേചിത് സ്വമതം ദ്വിഷന്ത്യന്യമതം ജനാ ദ്വേഷാന്മതേ വിരോധാച്ച ജാതാ വിഷേ വികൽപനാത് കേചിത് സ്പൃശ്യാ പരേയസ്പൃശ്യാ കേചിത് ദൂരാപസർപ്പണാ കേചിത് സന്തി സദാചാരാ കേചിത് ദുശ്ചരിതാസ്തദാ ഐക്യമത്യവിയുക്താശ്ച വിവാദവിഹതാശയാ പരസ്പരേണ സ്പർദ്ധന്തി കേചിത് ജാത്യഭിമാനതാ യദാ കാമം ചരന്ത്യേകേ ശൗചാചാരാദിവർജിതാ അനേകദേവ വിശ്വാസാദ് ഉന്മത്താ ഇവ സർവതാ അഹോ ജാതി പിശാചസ്യ ബാധയാ ചിത്തവിഭ്രമാത് കേചിന്മത്സരിണോ ഭൂത്വാ ഹിംസന്ത്യന്യാന കിഞ്ചനാൻ പ്രതികർത്തുമശക്താസ്തേ ജാതിശല്യനികൃന്ദനം മതമന്യത് സമാശ്രിത്യ സുഖം ജീവന്തി ഭാരതേ ശ്രുതി സ്മൃതി പുരാണോക്ത ധർമാചാര നിബന്ധനേ വിഭിന്നമതയാ കേചിത് നീചാം വൃത്തിം ഭജന്തി ച ശ്രുതി സ്മൃത്യുദേ കർമ്മണ്യനേകേനാധികാരിണഃ വിശിഷ്ട ബുദ്ധിമത്വേപി തേഷാം ന്യക്കാര ഈരിതഃ സർവജ്ഞസ്യ ജഗത്കർത്തൃ സർവശക്തിമതഃ പ്രഭോ വിഭുത്വേരീതിരദ്യാപി കഥമേഷോപപദ്ധ്യതേ സ്ഥിതിമേതാം സമാലോക്യ കലുഷാമനവസ്ഥിതാം വ്യാമോഹമുപഗച്ഛാമ സത്യാസത്യവിവേകതഃ സർവതത്വാർത്ഥവേത്താസി ലോകസ്യ വിവിധാകൃതേ ആപൂര്യയാഞ്ചാമസ്മാകം ഗുരോഹി അനുഗൃഹാണനഃ. അപ്പൊ ഇത്രയും ശ്ലോകങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിലെ ഇത്രയും ശ്ലോകങ്ങൾ ധർമ്മത്തെക്കുറിച്ചുള്ള ശിഷ്യന്മാരുടെ ജിജ്ഞാസയാണ്. ഈ ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വൈരുദ്ധ്യങ്ങളെ കുറിച്ചുള്ള ശിഷ്യന്മാരുടെ ഉത്കണ്ഠയാണ്. അതിലെ രണ്ടാമത്തെ ശ്ലോകമാണ് ശംസന്തി കേചിത് സ്വമതം ദ്വിഷന്തി അന്യമതം ജന ദ്വേഷാൻ മതേ വിരോധാച്ച ജാതാ വീശ്യേ വികൽപ്പനാത്. അപ്പൊ അതിന്റെ മുഖ്യമായ സംശയം ഇതാണ്. ശിഷ്യന്മാർ ചോദിക്കുകയാണ് ഗുരുവിനോട്, കേചിത് ജനാഹ അന്യമതം ദ്വിഷന്തി, അല്ലയോ ഗുരുനാഥ, ഈ ലോകത്ത് ഞങ്ങൾ ചില കാഴ്ചകളൊക്കെ കാണുന്നു. കേചിത് ജനാഹ, കുറച്ച് ആളുകൾ, ചില ആളുകൾ. ഈ കേചിത് എന്നുള്ള വാക്ക് വലിയ ആശ്വാസമുള്ള വാക്കാണ്. കാരണം എല്ലാവരും ഒന്നും പറഞ്ഞിട്ടില്ല. ചില ആളുകൾ, കുറച്ച് ആൾക്കാരൊക്കെ അന്യമതം ദ്വിഷന്തി, മറ്റുള്ള മതങ്ങളെ ദ്വേഷിക്കുന്നു, മറ്റുള്ള മതങ്ങൾ വെറുക്കുന്നു, മറ്റുള്ള മതങ്ങളെ കുറ്റം പറയുന്നു. അതിനേക്കാൾ വലിയ അപകടമാണ്, നോക്കൂ, കേചിത്ത് സ്വമതം ശംസന്തി. കുറച്ച് ആളുകളാകട്ടെ, ചില ആളുകൾ സ്വന്തം മതത്തെ പ്രശംസിക്കുന്നു. അപ്പൊ സ്വന്തം മതത്തെ പ്രശംസിക്കുന്നത് തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രശംസിക്കുന്നത്? നിന്റെ മതത്തേക്കാൾ ശ്രേഷ്ഠമാണ്
എന്റെ മതം എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി പ്രശംസിച്ചു കഴിഞ്ഞാൽ അത് അപകടമാണ്. ഇപ്പൊ ചില ആളുകൾ അന്യമതത്തെ ദ്വേഷിക്കുന്നു. കുറച്ചു പേര് തന്റെ മതത്തെ പ്രശംസിച്ച് തന്റെ മതം മറ്റുള്ള മതങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു മുഖ്യമായ കാരണം എന്താണ്? തന്റെ മതം ശ്രേഷ്ഠമാണെന്നും മറ്റുള്ള മതങ്ങൾ നികൃഷ്ടമാണ്, മോശമാണെന്നും പറയാനുള്ള മുഖ്യമായ കാരണം എന്താണ്? ആ മുഖ്യമായ കാരണമാണ്, നോക്കൂ, മതേ ദ്വേഷാത്, മതത്തിലുള്ള കോപം കൊണ്ടും. മതത്തിലുള്ള കോപം എന്ന് പറഞ്ഞാൽ മറ്റ് മതങ്ങളോടുള്ള കോപം കൊണ്ടും. സ്വന്തം മതമാണ് ശരി, അത് മാത്രം മതി, മറ്റെല്ലാം തെറ്റ് എന്ന് പറയുമ്പോൾ മറ്റുള്ള മതത്തിന്റെ സാന്നിധ്യത്താൽ കോപമുണ്ടാകും. മറ്റുള്ള മതങ്ങളിലുള്ള കോപം കൊണ്ടും ജാതൗ വിരോധാത്, ജാതിയിലുള്ള വിരോധം കൊണ്ടും. നീ ഉയർന്നവൻ, ഞാൻ താഴ്ന്നവൻ, നീ ഇടനിലക്കാരൻ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ ജാതികളിലാക്കി പല പല തട്ടുകളിലാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഉച്ചനീചത്വ കൽപ്പനകളാൽ ഉണ്ടായ വിരോധം, ആ ജാതിയിലുള്ള വിരോധം കൊണ്ടും ഈശേ വികൽപ്പനാത്ത് ച, ഈശ്വര സങ്കല്പം, എല്ലാ മതങ്ങളും ദൈവസങ്കല്പത്തെ പറയുന്നുണ്ട്. അപ്പൊ ആ ദൈവസങ്കല്പത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാരണവും, വികൽപ്പനം എന്ന് പറഞ്ഞാൽ വിഭിന്നമായ കൽപ്പന. ഇപ്പൊ എൻ്റെ ഒരാശയം ഈശ്വര സങ്കല്പത്തെ കുറിച്ച്, അതിൽ നിന്ന് വിഭിന്നമായിരിക്കും മറ്റൊരു വ്യക്തിയുടെ ഈശ്വര സങ്കല്പം. അങ്ങനെ അനവധി മതങ്ങൾ ഉദ്ഘോഷിച്ച, ഗോത്രങ്ങൾ ഉദ്ഘോഷിച്ച അനവധി ദൈവീക സങ്കല്പങ്ങളുണ്ട്, ഈശ്വര സങ്കല്പങ്ങളുണ്ട്. ഈശ്വരനെ കുറിച്ചുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടും, മതത്തിലുള്ള കോപം കൊണ്ടും ജാതിയിലുള്ള വിരോധം കൊണ്ടും ഈശ്വര സങ്കല്പത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൊണ്ടും ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു? കുറച്ചാളുകൾ തൻ്റെ മതത്തെ പ്രശംസിക്കുന്നു. ആ പ്രശംസയുടെ ആധാരത്തിൽ മറ്റുള്ള മതങ്ങള് തൻ്റെ മതത്തെക്കാൾ കുറഞ്ഞതാണെന്ന് പറഞ്ഞ് അവയെ ദ്വേഷിക്കുന്നു. അപ്പൊ നോക്കൂ, ആദ്യത്തെ വരി നോക്കൂ, ആദ്യത്തെ ആശയം നോക്കൂ, മതേ ദ്വേഷാത് എന്നാണ്. മതേ ദ്വേഷാത്. അപ്പൊ മതത്തെ കുറിച്ച് സ്വാമി തിരുപ്പാദങ്ങളുടെ ഒരു വചനമുണ്ട്, പ്രസിദ്ധമായ ഒരു വചനമാണ്. മതം ഏതായാലും എന്ത്, മനുഷ്യൻ നന്നാവണം. ഗുരു പറഞ്ഞതാണ്. ശേഷിയും നയവും മൂലധനത്തിന്റെ കൂടുതലും അനുസരിച്ച് ഓഹരിക്കാർ ചേർന്നു വരും. മൊത്തം കമ്പനി പോലെയാണ്. ചേർക്കുന്ന ആൾക്കാരുടെ ശേഷിയും നയവും മൂലധനത്തിന്റെ കൂടുതലും അനുസരിച്ച് ഓഹരിക്കാർ ചേർന്നു വരും. അപ്പൊ ഇതിൽ ചേർക്കുന്നവരുടെ ശേഷിയും നയവും എന്ന ആ ഭാഗത്തെ നമ്മൾ വിചാരം ചെയ്താൽ നമുക്ക് മതത്തിന്റെ ഒരു സ്ട്രക്ചറിലേക്ക്, ഒരു ഘടനയിലേക്ക് പോകാൻ സാധിക്കും. ഇപ്പൊ ലോകത്ത് പലതരം മതങ്ങളുണ്ട്. ഭാരതത്തിൽ മതമുണ്ട്, ഇനി എബ്രഹാമിക് മതങ്ങളുണ്ട്, ജൂത, ക്രൈസ്തവ, ഇസ്ലാം മതങ്ങൾ, അവ ഈ എബ്രഹാമിക് മതങ്ങൾ എന്നറിയപ്പെടുന്നു. അങ്ങനെ ഒരുപാട് മതങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പൊ ആ മതങ്ങളുടെ ഒരു ഘടനയെ സാമാന്യമായി നമ്മൾ പരിശോധിച്ചാൽ എല്ലാ മതങ്ങൾക്കും ഒരു മതസ്ഥാപകൻ കാണും. ഏതെങ്കിലും ഒരു കാലത്തിൽ ഏതെങ്കിലും ഒരു ദേശത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരിക്കും മതസ്ഥാപകൻ. അദ്ദേഹം ഒരു വലിയ ഉയർന്ന സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കും, വലിയൊരു സാമൂഹ്യ ചിന്തകനായിരിക്കും. ആ വ്യക്തി നിലവിൽ, ആ വ്യക്തിയുടെ അവതരണ കാലത്ത് നിലവിൽ നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളിലെ അതിലെ അനാചാരത്തെയും അതിലെ പൗരോഹിത്യ മേധാവിത്വത്തെയും ചോദ്യം ചെയ്ത് ജനങ്ങളെ കൂടുതൽ ഉദ്ബുദ്ധരാക്കാൻ നവീനമായൊരു മാർഗം സ്ഥാപിക്കും. അപ്പൊ ഒരു മതത്തിനൊരു മതസ്ഥാപകൻ അനിവാര്യമാണ്. എല്ലാ മതങ്ങൾക്കും ഓരോ മതസ്ഥാപകരുണ്ട്. ഇനി നോക്കൂ, ആ മതസ്ഥാപകനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണ് എന്നുള്ളതും മതത്തിന്റെ അടിസ്ഥാനമായ ഒരു വിശ്വാസ പ്രമാണമാണ്. ഈ മതസ്ഥാപകൻ സാധാരണ ഒരു മനുഷ്യനല്ല, മറിച്ച് ദൈവം തന്നെ ഈ ലോകത്തെ പരിവർത്തനപ്പെടുത്തുവാൻ വേണ്ടി, ഈ ലോകത്തെ നേരായ വഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാ സജ്ജനങ്ങളെയും സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഈ മതസ്ഥാപകനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണ്. അതായത് മതസ്ഥാപകൻ ഒന്നുകിൽ ദൈവദൂതനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകനോ ആയിരിക്കും.
നമ്മൾ ഈ പറയുന്നത് മതത്തിന്റെ ഒരു പൊതുവായ സാമാന്യമായ ഒരു ഘടനയെ പരിശോധിക്കുക. മതസ്ഥാപകൻ ആരായിരിക്കും? ഒന്നുകിൽ ദൈവദൂതനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകനായിരിക്കും. പാപികളും അവിശുദ്ധരുമായ ആളുകളെ പരിശുദ്ധമായ ദൈവമാർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് മതപ്രവാചകന്റെ മുഖ്യമായ ധർമ്മം. ആ മതപ്രവാചകനെ സംബന്ധിച്ച് നിലവിൽ ഉള്ള ജനങ്ങൾ പാപികളാണ്, അവിശുദ്ധരാണ്. അവരെ യഥാർത്ഥമായ ദൈവികമായ വഴിയിലേക്ക് നയിക്കണം. അതാണ് ഒരു മതസ്ഥാപകന്റെ, ഒരു മതപ്രവാചകന്റെ മുഖ്യമായ ധർമ്മം. അപ്പൊ അതിനു വേണ്ടിയിട്ട് മതപ്രവാചകൻ പരമ്പരകളെയും, തന്റെ പരമ്പരകളെയും അനുയായികളെയും ഉണ്ടാക്കുന്നു. അപ്പൊ എബ്രഹാമിക് മതങ്ങളുടെ പൊതുവായൊരു സ്വഭാവ രീതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഏകത്വത്തിലുള്ള കണിശമായ തീരുമാനമാണ്. ദൈവം ഏകമാണ്, വേറൊരു ദൈവമില്ല. ഏക ദൈവവാദമാണ് പൊതുവെ ഈ എബ്രഹാമിക് മതങ്ങളുടെ ഒരു അടിസ്ഥാന ഘടന. അപ്പൊ മനുഷ്യരെ സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മതപ്രവാചകൻ പരമ്പരകളെയും അനുയായികളെയും ഉണ്ടാക്കും. ഇനി അടുത്തൊരു കാര്യം പറയുന്നത്, ഈ മതങ്ങളെയൊക്കെ നമ്മൾ പൊതുവായി പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ മതത്തിന്റെ വഴിയിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നരകത്തിലേക്ക് പോകും. അപ്പൊ ഈ ആത്യന്തിക ലക്ഷ്യം സ്വർഗമാകാം, അല്ലെങ്കിൽ സമാനമായ മറ്റെന്തെങ്കിലും ആകാം. എല്ലാ മതങ്ങളും പൊതുവായിട്ട് പറയുന്ന കാര്യമാണ്, ഞങ്ങളുടെ വഴിയിലൂടെ മാത്രം പോയാലേ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ഔദ്യോഗികമായി ഒരു മതത്തിന്റെ പേര് വന്നില്ലെങ്കിലും ഒരു മതത്തിൻ്റെതായ എല്ലാ ഭാവങ്ങളുമുള്ള ചില പ്രസ്ഥാനങ്ങളുമുണ്ട്. നമ്മൾ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു പ്രസ്ഥാനം, അവരുടെ ഒരു മൗലികമായ ആശയമാണ് അധികം താമസിയാതെ ഏതാണ്ട് 2036-37 കാലഘട്ടമാകുമ്പോൾ ഈ ലോകം പൂർണ്ണമായിട്ടും അവസാനിക്കും. ഇവിടെ പ്രളയം വന്ന് വിനാശം പ്രാപിക്കും ഈ ലോകം. അതിനുശേഷം നവീനമായ ഒരു സ്വർഗരാജ്യം ഉണ്ടാകും. അപ്പൊ ആ സ്വർഗരാജ്യത്തിൽ ഉയർന്ന ദൈവിക ഭാവത്തോടെ അവതരിച്ച് എല്ലാ സുഖഭോഗങ്ങളെയും അനുഭവിക്കണമെങ്കിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ചേർന്ന് ഞങ്ങളുടെ വിശ്വാസിയായി, ഞങ്ങളുടെ ഫോളോവറായി തീരണം. ഇനിയൊരു വ്യക്തി, ആ വ്യക്തി ഏറ്റവും നല്ല വ്യക്തിയാണെങ്കിൽ കൂടി അവന് ഏറ്റവും ഉയർന്ന എത്ര ആധ്യാത്മികമായിക്കൊള്ളട്ടെ, ഭൗതികമായിക്കൊള്ളട്ടെ, ഉയർന്ന സംസ്കാരം ഉണ്ടെങ്കിൽ കൂടിയും ഞങ്ങളുടെ മാർഗത്തിൽ വന്നിട്ടില്ലെങ്കിൽ 2036 ശേഷം വരുന്ന സ്വർഗരാജ്യത്തിൽ അവന് സീറ്റ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മാർഗത്തിൽ വന്നെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്ത് എത്താൻ കഴിയുള്ളൂ. നമുക്ക് വളരെ പ്രബലമായ ഒരു പ്രസ്ഥാനത്തിന്റെ മൗലികമായ ഒരു കാഴ്ചപ്പാടാണത്. നമ്മൾ ആ കാഴ്ചപ്പാടിനെ വിമർശിക്കുകയോ കുറ്റം പറയുകയോ ഒന്നും ചെയ്യുന്നില്ല, നമ്മളതിന് അധികാരിയുമല്ല. പക്ഷെ ആ കാഴ്ചപ്പാട് ഇവിടെ പരാമർശിച്ചതാണ്. പറയാൻ കാരണം എല്ലാ മതങ്ങളും തന്നെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഞങ്ങളുടെ വഴിയെ വന്നാൽ മാത്രമേ സാധിക്കൂ എന്ന് പറയുന്നുണ്ട് എല്ലാ മതങ്ങളും. ആ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം സ്വർഗമാകാം, നരകമാകാം, നരകമല്ല സ്വർഗമാകാം, സ്വർഗ സമാനമായ മറ്റെന്തെങ്കിലുമാകാം. ഇനി മതങ്ങൾ പൊതുവായിട്ട് വെക്കുന്ന മറ്റൊരു വിശ്വാസധാരയാണ് ഏകദൈവ വിശ്വാസവും ഇതര ദൈവസങ്കല്പ നിഷേധം. നേരത്തെ പറഞ്ഞു, എബ്രഹാമിക് മതങ്ങൾ വിശേഷിച്ച് ദൈവം ഒന്നാണ്, ആരാധനയ്ക്ക് അർഹൻ ആ ദൈവം മാത്രമേ ഉള്ളൂ എന്ന ഉറച്ച വിട്ടുവീഴ്ചയില്ലാത്ത ഏകദൈവ വിശ്വാസമാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷം തന്നെ. പക്ഷെ കുഴപ്പം എവിടെയാണ് വരുന്നത്? ആ ഏകദൈവ വിശ്വാസത്തിന്റെ ആധാരത്തിൽ ഇതര ദൈവസങ്കല്പങ്ങളെ നിഷേധിക്കുന്നു, അതിനെ എതിർക്കുന്നു. ഇതര ദൈവസങ്കല്പങ്ങളെ, തന്റെ മതം പറയാത്ത ഈശ്വരനെ, ദൈവസങ്കല്പത്തെ വിശ്വസിക്കുന്ന ഒരാൾ പാപിയാണെന്ന് മുദ്രകുത്തുന്നു. ഇതും മതങ്ങളിൽ കാണുന്ന ഒരു പൊതുവായ കാഴ്ചപ്പാടാണ്. ഇനി ലോകാവസാന സങ്കല്പം, ഈ ലോകം ഒരിക്കൽ നശിക്കുമെന്നുള്ളത് പൊതുവെ എല്ലാ മതങ്ങളും പറയുന്ന കാര്യമാണ്. പരലോകവാസങ്ങൾ, ഇവിടെയുള്ള ലോകം, ഒരു പരലോകവാസം, ഇതും എല്ലാ മതങ്ങളും
പൊതുവെ പറയുന്നതാണ്. അപ്പൊ ഇനി നോക്കൂ, ഇവിടെ എവിടെയാണ് നമുക്ക് ദ്വേഷം വരുന്നത്? ദ്വേഷം വരുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഓരോ മതങ്ങളും ശ്രമിക്കുമ്പോഴാണ് പരസ്പര വിദ്വേഷം വരുന്നത്. ഒരു മതം പറയുന്നു, എന്റെ മതത്തിന്റെ വഴിയിലൂടെ പോയാൽ മാത്രമേ ആത്യന്തിക ലക്ഷ്യമുള്ളൂ, അതുകൊണ്ട് എല്ലാവരെയും എന്റെ മതത്തിൽ എത്തിക്കണം, ഞാൻ ഈ ലോകത്തിലുള്ള ജനങ്ങളോട് അപാരമായ കാരുണ്യം കാണിക്കണം, അവരെല്ലാം നരകത്തിലേക്ക് പതിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ആ ആളുകളെ മുഴുവൻ എന്റെ മതത്തിൽ ചേർത്ത് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഉയർന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം. അപ്പൊ അതിനു വേണ്ടി തന്റെ മതത്തെ വ്യാപിപ്പിക്കുവാൻ വേണ്ടി മതപ്രചാരകന്മാർ രംഗത്തിറങ്ങുന്നു. ഓരോ മതവും ഇതാണ് കരുതുന്നത്. ഒരു മതം കരുതുന്നു, എന്റെ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് കഷ്ടപ്പാടില്ലാതെ ഉയർന്ന അവസ്ഥയിലേക്ക് എത്താം. മറ്റൊരു മതം കരുതുന്നു, എന്റെ മതത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ജീവിതത്തിന് ഉയർന്ന അവസ്ഥയിലേക്ക് എത്താം. അങ്ങനെ കരുതി എല്ലാ മതങ്ങളും അവരവരുടെ മതത്തെ ഏക മതമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. തത്ഫലമായിട്ട് എന്തുണ്ടാകുന്നു? മതേദ്വേഷ, മതങ്ങൾ തമ്മിൽ പരസ്പരം വിരോധമുണ്ടാകുന്നു. ഇത് ഗുരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും. ഇത് വാദികൾ ആരും ഓർക്കുകയില്ല, പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിന്റെ രഹസ്യം ഇങ്ങ ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മതമാകുവതിന്, ഒരു മതം എന്ന് പറയുമ്പോൾ എന്റെ മതം മാത്രം ഏകമതമാകുന്നതിന് ഉരപ്പത് എന്ന് പറഞ്ഞാൽ പറയുക, എന്റെ മതം മാത്രം ഏകമതമാകണമെന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അറിയുന്നില്ല, എല്ലാവരും കൂടി അവനവന്റെ മതത്തെ ഏകമതമാക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പരസ്പരം വിദ്വേഷം വരും. അപ്പൊ ഇത് കാരണമാണ് മതങ്ങൾ തമ്മിൽ ദ്വേഷം വരാൻ കാരണം. മതങ്ങൾ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യത്തിന്റെ ചില അടിസ്ഥാന തത്വങ്ങളാണ് നമ്മളിവിടെ പരാമർശിച്ചത്. ഇനി അടുത്ത കാര്യം നോക്കൂ, ജാതൗ വിരോധാത്, ജാതിയിലുള്ള വിരോധം. അപ്പൊ ഈ ജാതിയുടെ ഉദ്ഭവത്തെ കുറിച്ച് ഒരുപാട് ചരിത്രകാരന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ സജ്ജനങ്ങളായ ജിജ്ഞാസുക്കൾ അതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്തരം ചരിത്ര പുസ്തകങ്ങൾ വാങ്ങിച്ച് വിശദമായിട്ട് പഠിക്കാവുന്നതാണ്. നമുക്ക് പൊതുവായിട്ട് ജാതിയുടെ ഒരു ചരിത്രത്തിലേക്ക് കടക്കാതെ അതിൻ്റെ ഒരു പൊതുവായ ഒരു ആധ്യാത്മിക അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ വശം ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ ജാതി എന്നുള്ള പേര് അതൊരു സംസ്കൃത പേരാണ് ജാതി. അപ്പൊ ആ ജാതി എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ ജായതേ അസ്യാം ഇതി ജാതി എന്നാണ്. ജായതേ അസ്യാം ഇതി ജാതി, ജനിക്കുക, ജന്മം കൊള്ളുക, അത് തന്നെയാണ് ജാതി. അപ്പൊ ജനിക്കുക എന്ന അർത്ഥം വരുന്ന ജന് എന്ന് പറയുന്ന ഒരു ധാതുണ്ട് സംസ്കൃതത്തിൽ. ആ ധാതുവിനോട് തിൻ എന്നുള്ള പ്രത്യയം ചേർത്താൽ ജാതി എന്നുള്ള വാക്കുണ്ടാവും. അപ്പൊ നമുക്ക് ജാതി എന്നുള്ള ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളില് അർത്ഥം സ്ഫുരിക്കുക, ജന്മം കൊണ്ട് ഒരാൾക്ക് ലഭിച്ച സംജ്ഞ, ഒരാൾക്ക് ലഭിച്ച ഐഡന്റിറ്റി, ഇതാണ് ജാതി. അപ്പൊ ഇതേ ധാതു, ഈ ജനു എന്ന് പറയുന്ന അതേ ധാതുവിൽ നിന്ന് തന്നെയാണ് ഗോത്രം എന്ന് പറയുന്ന ആ വാക്കുണ്ടായിരിക്കുന്നത്. അപ്പൊ ഒരു ജാതിയിൽ ജനിച്ച അനേകം പേരുടെ കൂട്ടായ്മയാണ് ഗോത്രം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ജാതി വിശേഷത്തിൽ ജനിച്ചൊരു വ്യക്തി, അതേ ജാതിയിൽ ജനിച്ച ഒരുപാട് പേരുടെ കൂട്ടത്തെ ഗോത്രം എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ലോകത്തെ എല്ലാ ദേശങ്ങളിലും എല്ലാ മതങ്ങളിലും ഈ ഒരു ഗോത്ര സംസ്കാരത്തെ കാണാൻ കഴിയും. എല്ലാ മതങ്ങളിലും കുറെ ഗോത്രങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് പ്രക്രിയ? ഒരു വിശേഷമായ ജാതിയിൽ ജനിച്ച ഒരു വ്യക്തി, ആ വ്യക്തി ആ ജാതിയിലുള്ളവൻ എന്നറിയപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയെ ഗോത്രം എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് ഗോത്രങ്ങളുടെ കൂട്ടായ്മയാണ് മതം എന്നറിയപ്പെടുന്ന വാസ്തവത്തിൽ. അപ്പോൾ ഒരു മതത്തിൽ തന്നെ വിഭിന്നങ്ങളായ ഗോത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം മതത്തിലും ഹിന്ദു മതത്തിലും ക്രൈസ്തവ മതത്തിലൊക്കെ ആ മതത്തിന്റെ ഉള്ളിൽ തന്നെ അവാന്തര വിഭാഗങ്ങളായ നിരവധി ഗോത്രങ്ങളുണ്ട്. അപ്പൊ ഈ ഗോത്രങ്ങൾക്ക് കാലം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പരിഷ്കാരങ്ങളും വന്നിട്ടുണ്ട് ഈ ഗോത്രങ്ങൾക്ക്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പൊ ഇസ്ലാം മതം, ക്രിസ്തു മതം, ഹിന്ദു മതം, അത് ഇന്ന് ലോകത്ത് പ്രബലമായിരിക്കുന്ന 3 മതങ്ങളാണ്. ഈ മതങ്ങളുടെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ ജാതി, ഉപജാതി, ഗോത്രങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷെ ഇസ്ലാം മതത്തെയും ക്രിസ്തു മതത്തെയും അപേക്ഷിച്ച് ഹിന്ദു മതത്തിന്റെ ജാതി സങ്കല്പം തീർത്തും വിഭിന്നമാണ്. നമ്മൾ ക്രിസ്തു മതത്തെ നോക്കും. ക്രിസ്തു മതത്തില് നമ്മൾ കേരളത്തെ സംബന്ധിച്ച്
കേരളത്തിലെ പ്രബലമായ ഒരു ക്രിസ്തീയ സഭയാണ് കാത്തോലിക്ക സഭ. ഈ കാത്തോലിക്ക സഭയ്ക്ക് അതിന് 3 വിഭാഗങ്ങൾ കേരളത്തിൽ മുഖ്യമായിട്ടുമുണ്ട്. മലങ്കര സഭ, സീറോ മലബാർ സഭ, ലാറ്റിൻ കാത്തോലിക്. ഇത് 3 സഭകളാണ്. അപ്പൊ അതിൽ തന്നെ ഒരു ലത്തീൻ കാത്തോലിക്കിന് വേണമെങ്കിൽ മലങ്കര വിശ്വാസിയായിട്ട് തീരാം. ഒരു മലങ്കരക്കാരന് വേണമെങ്കിൽ സീറോ മലബാർ സഭ വിശ്വാസിയായിട്ട് മാറാം. പരസ്പരം കല്യാണം കഴിക്കാം. എന്തിനു പറയുന്നു? ഒരു കാത്തോലിക്കിന് വേണമെങ്കിൽ യാക്കോബിറ്റായിട്ട് മാറാം. ഒരു യാക്കോബിറ്റിന് വേണമെങ്കിൽ കാത്തോലിക്കനായിട്ട് മാറാം. യാക്കോബിറ്റില് മെത്രാൻ കക്ഷി, ബാബ കക്ഷി എന്ന് 2 കക്ഷികളുണ്ട്. അതിൽ ഏതോ ഒരു കക്ഷിയാണ് കാത്തോലിക്ക മതത്തിലേക്ക് സ്വീകരിക്കുള്ളൂ. എങ്കിൽ കൂടിയും കാത്തോലിക്കിന് യാക്കോബിറ്റുമാകാം, യാക്കോബിറ്റിന് കാത്തോലിക്കനുമാകാം. ഇസ്ലാം മതത്തിന്റെ കാര്യം നോക്കി. ഇസ്ലാം മതത്തില് പരമ്പരാഗതമായ സുന്നി വിശ്വാസധാരയുണ്ട്. നവീനമായ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വിശ്വാസധാരകളുണ്ട്. സുന്നികളിൽ തന്നെ വ്യത്യസ്തമായ AP വിഭാഗമുണ്ട്, EK വിഭാഗമുണ്ട്. പക്ഷേ ഒരു സുന്നി വിശ്വാസധാരയെ പിന്തുടരുന്ന ഒരു മുസൽമാന് അവന് വേണമെങ്കിൽ ഒരു ഘട്ടത്തിൽ മുജാഹിദ് വിശ്വാസധാരയെ പിന്തുടരാം, ജമാഅത്തിന്റെ വിശ്വാസത്തെ പിന്തുടരാം, അഹമ്മദിയ വിശ്വാസത്തെ പിന്തുടരാം. നമ്മൾ പല വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ, പല മുസ്ലിം വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പിതാവ് സുന്നി വിശ്വാസിയായിരിക്കും, മാതാവ് മുജാഹിദ് വിശ്വാസിയായിരിക്കും, മക്കള് വേണമെങ്കിൽ ജമാഅത്ത് വിശ്വാസിയായിരിക്കും. അപ്പൊ ഏത് സമയത്ത് തനിക്ക് അനുകൂലമായൊരു വിശ്വാസത്തിലേക്ക് മാറാൻ അതിനെ നമ്മളൊരു ജാതിയായിട്ട് എടുത്താൽ, ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും ഇതിനെയൊക്കെ ഒരു ജാതിയായിട്ട് എടുത്താൽ ആ വ്യക്തികൾക്ക് ഒരു ജാതിയിൽ നിന്ന് മറ്റൊരു ജാതിയിലേക്ക് മാറാനുള്ള വലിയ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഹിന്ദുമതത്തിൽ നോക്കൂ. ഹിന്ദുമതത്തില് ഒരു വ്യക്തി അവൻ ഇന്ന ജാതിയാണെന്ന് കൽപ്പിക്കപ്പെട്ടാൽ മരണം വരെ അവന് ഒരു തരത്തിലും മാറാൻ സാധിക്കില്ല. അവൻ ആ ജാതി തന്നെയാണ്. ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ സാധ്യമാകും. പക്ഷെ ആ വ്യക്തിയിൽ കൽപ്പിക്കപ്പെട്ട ജാതി ഒരു തരത്തിലും മാറുന്നില്ല. ഇവിടെ ഞാനിത് പറയാൻ കാരണം, പലപ്പോഴും നമ്മൾ ഹിന്ദുമതത്തിലെ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വരുമ്പോൾ നാം ആദ്യം പരിവർത്തനപ്പെടണമെങ്കിൽ നമ്മുടെ സ്വന്തം സമൂഹത്തിലുള്ള ഈ വിവേചനങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ആ വിവേചനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുകയും വേണം. ഈ വിവേചനങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ലല്ലോ. പലപ്പോഴും ഇത്തരത്തിലുള്ള പൊതു ചർച്ചകളിൽ നമ്മൾ ഹിന്ദുമതത്തിലെ ജാതിയെ പരാമർശിക്കുമ്പോൾ ഉടനെ മറ്റുള്ളവർ പറയുന്നു, ഹിന്ദുമതത്തിൽ മാത്രമല്ല ജാതിയുള്ളത്, ഇസ്ലാം മതത്തിലുണ്ടല്ലോ, ഇസ്ലാമിൽ സുന്നികളില്ലേ, മുജാഹിദുകളില്ലേ, അതേപോലെ ജമാഅത്തുകാരില്ലേ, ഇനി ക്രിസ്തു മതത്തിലില്ലേ, കാത്തോലിക്കക്കാരില്ലേ, മലങ്കരക്കാരില്ലേ, യാക്കോബിറ്റ്സ് ഇല്ലേ. നോക്കൂ, അവിടെയൊക്കെ പരസ്പരം മാറാനുള്ള വലിയ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തിൽ നേരെ കണ്ണടയ്ക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ വിഷയം പരാമർശിച്ചത്. നേരെ മറിച്ച് ഹിന്ദുമതത്തിൽ ഒരാൾ നായരാണെങ്കിൽ നായർ, ഈഴവനാണെങ്കിൽ ഈഴവൻ, ശൂദ്രനാണെങ്കിൽ ശൂദ്രൻ, ഒരു കാലത്തും അതിൽ നിന്ന് മാറ്റം വരാൻ സാധിക്കില്ല. അപ്പൊ അതിന്റെ ഒരു ദോഷം എന്താണ്? അതിന്റെ ദോഷം എന്ന് പറയുന്നത്, ഒരു വ്യക്തി സ്വന്തം പ്രയത്നം കൊണ്ടും കഴിവുകൊണ്ടും ജീവിതത്തിന്റെ ഏറ്റവും മികച്ച ഉന്നതിയിലേക്ക് എത്തിക്കഴിഞ്ഞാലും ആ വ്യക്തി ജനിച്ചത് ഒരു പിന്നോക്ക വിഭാഗത്തിലാണെങ്കിൽ അവൻ ഈ ജാതിയല്ലേ എന്ന് പറയുന്നു. അവൻ ആ ജാതിയായിട്ട് തന്നെ പരിമിതപ്പെടുത്തുന്നു. അവനിൽ ബാക്കി എന്തൊക്കെ സൗഭാഗ്യങ്ങൾ, എന്തൊക്കെ നേട്ടങ്ങൾ വന്നു കഴിഞ്ഞാലും അവനൊരു ശൂദ്രൻ എന്ന രീതിയിൽ പരിമിതപ്പെടുത്തുന്നു. അതിൽ നിന്ന് ഉയരാനുള്ള ഒരു സാധ്യതയും ഹിന്ദുമതം ഈ ജാതിയുടെ വിഷയത്തിൽ കൊടുക്കുന്നില്ല. അപ്പൊ അത് നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ കൂടുതൽ വ്യക്തമാണ്. ഇപ്പൊ കർക്കിടക മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്, രാമായണ മാസമാണ്. എല്ലാവരും നമ്മൾ വീടുകളിലൊക്കെ രാമായണം വായിക്കുന്നു, പാരായണം ചെയ്യുന്നു. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. ഇപ്പൊ ഭാരതത്തില് മൂലരാമായണം എന്ന് പറയുന്നത് വാൽമീകി രാമായണമാണ്. ആശ്രയിച്ചുകൊണ്ട് വാൽമീകി രാമായണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് രാമായണങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് രാമായണങ്ങൾ. അധ്യാത്മ രാമായണത്തിന് മലയാളം പരിഭാഷയാണ് നമ്മുടെ കേരളത്തിൽ കിളിപ്പാട്ടായിട്ട് ചൊല്ലുന്നത്. ആ കൂട്ടത്തിൽ ഉണ്ടായ രാമായണങ്ങൾ വാൽമീകി രാമായണത്തിന് ശേഷം ഇന്ത്യയിലെ പ്രാദേശികമായ ഭാഷകളിൽ ഇപ്പൊ കമ്പരാമായണം, കിളിപ്പാട്ട് തുടങ്ങിയ ഒരുപാട് പ്രാദേശിക ഭാഷകളിൽ ഉണ്ടായിട്ടുള്ള രാമായണങ്ങളിൽ ഏറ്റവും അധികം
ജനസ്വാധീനം നേടിയ രാമായണമാണ് രാമചരിതമാനസം എന്നറിയപ്പെടുന്ന രാമായണം. ഗോസ്വാമി തുളസീദാസ് എന്ന് പറയുന്ന വലിയൊരു മഹാത്മാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ രാമായണമാണ്. അത് ഹിന്ദി ഭാഷയുടെ ഒരു അവാന്തര വിഭാഗമായ അവധ് ഭാഷയിലാണ് രാമചരിതമാനസം എഴുതിയിട്ടുള്ളത്. രാമചരിതമാനസം ജനങ്ങളെ സ്വാധീനം ചെയ്തതുപോലെ മറ്റൊരു രാമായണത്തിനും, എന്തിനു പറയുന്നു, മറ്റൊരു കൃതിക്കും പോലും ജനങ്ങളുടെ മുകളിൽ ഇത്രയ്ക്കധികം സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല. വടക്കേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ നിത്യവും ഇത് പാരായണം ചെയ്യുന്നു. മാനസ് പാട് എന്ന് പറഞ്ഞ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിത്യവും പാരായണമുണ്ട്, അഖണ്ഡ പാരായണമുണ്ട്. രാവിലെ തൊട്ട് 24 മണിക്കൂറും തുടർച്ചയായിട്ട് രാമചരിതമാനസം പാരായണം ചെയ്യുന്നു, വർഷങ്ങളായിട്ട്. മാത്രമല്ല, നൂറുകണക്കിന് പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം രാമചരിതമാനസം എന്ന് പറയുന്ന ഒറ്റ ഗ്രന്ഥം വടക്കേന്ത്യയിലെ ഹിന്ദു സമൂഹത്തിന് ചെയ്തിട്ടുണ്ട്. വടക്കേന്ത്യയിലെ ഹിന്ദു സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രാമചരിതമാനസത്തിൽ ഒരു ശ്ലോകമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അവധ് ഭാഷയാണ്, ഹിന്ദിയല്ല, ഹിന്ദിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അവധ് ഭാഷ എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഭാഷ. അപ്പൊ രാമചരിതമാനസത്തിലെ ശ്ലോകങ്ങളെ ചോപ്പായി, ദോഹ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഒരു ശ്ലോകം നോക്കൂ. പൂജഹി വിപ്ര സകല ഗുണഹീന ശൂദ്രന പൂജഹു വേദപ്രവീണ. വളരെ രസകരമായ ശ്ലോകമാണ്. പൂജഹി വിപ്ര സകല ഗുണഹീന. വിപ്രൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണൻ സകല ഗുണഹീന, സകല ഗുണങ്ങളാലും ഹീനമാണെങ്കിലും, ഒരു ഗുണവും ഇല്ലാത്തവനാണെങ്കിലും, ഏറ്റവും മോശക്കാരനാണെങ്കിലും എന്താണ്? പൂജഹി, അവൻ പൂജിക്കപ്പെടുവാൻ യോഗ്യനാണ്. ശൂദ്രന പൂജഹു വേദപ്രവീണ. വേദപ്രവീണൻ, വേദത്തെ അറിഞ്ഞിരിക്കുന്നവൻ, ഏറ്റവും ഉയർന്ന ജ്ഞാനത്തെ സ്വായത്തമാക്കിയവൻ, ഏറ്റവും ഉയർന്ന വിദ്വാനാണെങ്കിൽ പോലും ശൂദ്ര ന പൂജഹു, ശൂദ്രൻ പൂജിക്കുവാൻ യോഗ്യനല്ല. പൂജിക്കാന്ന് പറഞ്ഞാൽ ആദരിക്കുവാൻ, ബഹുമാനിക്കുവാൻ, അംഗീകരിക്കുവാൻ യോഗ്യമല്ല ആര്? ശൂദ്രൻ. എപ്പോൾ? ഏറ്റവും ഉയർന്ന അറിവിനെ നേടിയാൽ പോലും. എന്നാലോ ഒരു ഗുണം ഇല്ലാത്തവനാണെങ്കിലും, ഏറ്റവും മോശക്കാരനാണെങ്കിലും കൂടിയും ഒരുവൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിൽ പൂജഹി വിപ്ര, അവനെ പൂജിക്കണം. ഇത് ആരണ്യ കാണ്ഡത്തിൽ വരുന്ന ശ്ലോകമാണ്. ഈ ശ്ലോകം നമ്മൾ ഒരിക്കല് ഗുരുകുലവാസം ചെയ്യുമ്പോൾ നമ്മുടെ ആചാര്യൻ രാമചരിതമാനസത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഈ ശ്ലോകം ഇങ്ങനെ പറയുകയുണ്ടായി. അന്ന് വിദ്യാർത്ഥികൾ സംശയങ്ങൾ ഉന്നയിച്ചു. അപ്പൊ അദ്ദേഹം അതിനെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുന്ന നമുക്ക് ഫീൽ ചെയ്തു. കാരണം എങ്ങനെ ഏത് മാനദണ്ഡം നോക്കിക്കഴിഞ്ഞാലും ഇതിൽ യുക്തിയില്ല. ഒരാള് പൂജിക്കപ്പെടേണ്ടത് അവന്റെ കഴിവിന്റെ ആധാരത്തിലാണ്. വിദ്വാനാണെങ്കിൽ പൂജിക്കണം. പൂജിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദീപാരാധന ഒഴിഞ്ഞ് പൂജിക്കാന്നല്ല അർത്ഥം. മറിച്ച് അവൻ ആദരിക്കണം, ബഹുമാനിക്കണം. ഏത് മേഖലയിൽ ഏത് കഴിവ് നേടിക്കഴിഞ്ഞാലും അവൻ ബഹുമാനത്തിന് അർഹനാണ്. പക്ഷെ അവൻ പിന്നോക്കക്കാരനാണ്. അതുകൊണ്ട് വേദപ്രവീണൻ, വേദത്തെ അറിഞ്ഞവനാണെങ്കിൽ കൂടിയും അവനെ പൂജിക്കുവാൻ, അവനെ ആദരിക്കുവാൻ അർഹതയില്ല എന്നാണ് ഈ ശ്ലോകം പച്ചയായിട്ട് വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ നോക്കൂ, ഈ ഗ്രന്ഥം ജനങ്ങളുടെ മേൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയ ഗ്രന്ഥമാണെന്ന് ഓർക്കണം. ഇതിലെ ഓരോ ശ്ലോകത്തിനും ലക്ഷക്കണക്കിന് ജനങ്ങൾ വലിയ പ്രാമാണികത്വം കൽപ്പിക്കും. രാമചരിതമാനസത്തിൽ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് ഇത് സത്യമാണ്, ഇങ്ങനെയാണ് ആചരിക്കേണ്ടത്. നമ്മൾ ഈ ഒരു അധ്യായത്തിന്റെ, ഈ ഒരു വിചാരത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞു, വേദത്തെ അറിഞ്ഞ വേദജ്ഞന്മാർ പറയുന്ന കാര്യങ്ങളും ജനങ്ങൾ പ്രമാണമായി, അവരുടെ ജീവിതത്തിന് പ്രമാണമായിട്ട് സ്വീകരിക്കും. അതേപോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ സ്വാധീനിച്ച ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും ജനങ്ങൾ സ്വീകരിക്കേണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് സമൂഹത്തിൽ ഉച്ചനീചത്വ കൽപ്പനകൾ രൂക്ഷമായിട്ട് മാറിയത്. ഇനി നോക്കൂ, ഇതേ ഗ്രന്ഥത്തിലെ അടുത്തൊരു ശ്ലോകമാണ്, സുന്ദരകാണ്ഡത്തിൽ വരുന്നതാണ്. വളരെ രസകരമായ ശ്ലോകമാണ്. ഡോല് ഗംവാർ ശൂദ്ര പശു നാരി സകല താടനാ കേ അധികാരി. വളരെ വിവാദമായ ശ്ലോകമാണ്. ഡോല് എന്ന് പറഞ്ഞ ഡോലക്ക്, നമ്മൾ മലയാളത്തിലാണെങ്കിൽ ചെണ്ട, ഗഞ്ചിര എന്നൊക്കെ പറയാം. ഈ ഡോളക്ക് നമ്മൾ അതിലിങ്ങനെ അടിച്ചു കഴിഞ്ഞാലേ ശബ്ദം ഉണ്ടാവും. ഈ അടിക്കുക എന്നുള്ളതിനാണ് താടന എന്നുള്ള വാക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. ഡോളക്കിനെ അടിക്കുക, മർദ്ദിക്കുക, അപ്പൊ ശബ്ദം ഉണ്ടാവും. അപ്പൊ ആരൊക്കെയാണ് അടിക്കുവാൻ, മർദ്ദിക്കുവാൻ അധികാരികളായിട്ടുള്ളത്? ഡോല് ഗവാര് ശൂദ്ര പശു നാരി, ചെണ്ട,
വാദ്യമേളങ്ങള്, അതേപോലെ ശൂദ്രൻ പിന്നോക്കക്കാരൻ, നാരി സ്ത്രീകള്, പശു മൃഗങ്ങള്, ഇവരൊക്കെ എന്താണ്? താടനാക്കേ അധികാരി, അടിക്കുവാൻ മർദ്ദിക്കുവാനുള്ള അധികാരികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകത്തൊക്കെ വളരെയധികം വെള്ളഭൂഷൺ നടക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും പച്ചയായിട്ട് ഈ ശ്ലോകത്തിന്റെ താല്പര്യം നോക്കൂ. ഒരു വ്യക്തി എത്ര ഉയർന്നു കഴിഞ്ഞാലും ശൂദ്രന പൂജഹു, അവൻ ബഹുമാനിക്കുവാൻ അർഹനല്ല പിന്നോക്കക്കാരനായതിനാൽ എന്ന് പറയും. അപ്പൊ ഇതാണ് ഹിന്ദുമതത്തിന്റെ മറ്റ് ഇതര മതങ്ങളുമായിട്ട് ജാതി സങ്കല്പത്തിലുള്ള ഒരു അടിസ്ഥാന ഭേദം. മറ്റു മതങ്ങളിൽ നേരത്തെ പറഞ്ഞൊരു കാത്തോലികക്കാരന് യാക്കോബിറ്റാകാം, യാക്കോബിറ്റിന് കാത്തോലിക്കാകാം. ചില സഭകളിൽ മാറാൻ സാധിക്കും, പക്ഷെ എങ്കിലും മാറാൻ സാധിക്കുന്ന സഭകളുണ്ട്. പക്ഷെ ഹിന്ദുമതത്തിന്റെ കാര്യം വരുമ്പോൾ ജന്മം കൊണ്ട് ഇന്ന ജാതി എന്ന് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു തരത്തിലും മരണം വരെ ഇനി അവന് മാറുവാൻ സാധിക്കില്ല. അപ്പൊ എത്ര ഉയർന്ന വിദ്യ നേടിക്കഴിഞ്ഞാലും, എത്ര ഉയർന്ന അറിവ് നേടിക്കഴിഞ്ഞാലും അവന്റെ ജാതി പിന്നോക്കമാണ് എന്നതുകൊണ്ട് സമൂഹം എപ്പോഴും ആ പിന്നോക്ക മുദ്ര അവനിൽ ചാർത്തിരിക്കും. ഇത് ദുഃഖകരമായ അവസ്ഥയാണ്. ഇനി നോക്കൂ, നമ്മളെല്ലാവരും മാനിക്കുന്ന മഹനീയമായ ഗ്രന്ഥമായ ഗീത. ആ ഗീതയിൽ പറയുന്ന ഒരു കാര്യമാണ്, മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ ഏവിസ്യു പാപയോനയഃ സ്ത്രീയോ വൈശ്യാസ്തഥാ ശൂദ്ര തേപി യാന്തി പരാം ഗതി കിം പുനർബ്രാഹ്മണ പുണ്യ ഭക്ത രാജർഷയസ്തത. 9-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നി ഈ ശ്ലോകം വരുന്നത്. 32 സംശയമുണ്ട്, ചില ഗ്രന്ഥങ്ങളിൽ മാറ്റമുണ്ട്. അപ്പൊ അതിൽ പറയാണ്, മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ, അല്ലയോ അർജുന, എന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ആ ആശ്രയിക്കുന്നവര് സ്ത്രീകളാകട്ടെ, വൈശ്യന്മാരാകട്ടെ, ശൂദ്രന്മാരാകട്ടെ, പാപയോനിയിൽ ജനിച്ചവരാകട്ടെ, അവർ പോലും ഉയർന്ന ഗതിയെ പ്രാപിക്കുന്നു. കിം പുനർബ്രാഹ്മണ, പിന്നെയാണോ ബ്രാഹ്മണന്റെയും രാജർഷിയുടെയും ക്ഷത്രിയന്റെയും കാര്യം? നോക്കൂ, എത്ര ഒരു ഔദാര്യമാണ് തരുന്നത് എല്ലാവർക്കും. ഒരു പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ച ഒരാള്, ഒരു വ്യക്തി, അവൻ പോലും എന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഉയർന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. പിന്നെ ഒരു ബ്രാഹ്മണനായ വ്യക്തിയുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. അപ്പൊ അതില് ഈ ശ്ലോകത്തില് ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ഭാഷ്യം, ആ ഭാഷ്യത്തിൽ പറഞ്ഞത് കേത്തേ എന്നുള്ള വാക്ക് അവിടെ ചേർത്തിട്ടുണ്ട്. കേത്തേ പാപയോനയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസകരമാണ്. സ്ത്രീകളും വൈശ്യരും ശൂദ്രരും പാപയോനികളാണ്, നീച ജന്മങ്ങളാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ നീച ജന്മങ്ങളിൽ പെട്ടവർ പോലും എന്നെ ആശ്രയിച്ചാൽ ഉയർന്ന ഗതിയിലേക്ക് പോകുന്നു. നമുക്കൊരു ഔദാര്യം കൊടുക്കുകയാണ്. കിം പുനർബ്രാഹ്മണ, പിന്നെയാണോ ബ്രാഹ്മണന്റെ കാര്യം പറയേണ്ടത്? അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ശ്ലോകങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജാതൗ വിരോധാ, ജാതിയില് വിരോധം വരും. നോക്കൂ, ജാതിയിൽ എന്തുകൊണ്ട് വിരോധം വരുന്നു? ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് പരസ്പരം ജാതിയിലുള്ള വിരോധം വരുന്നത്. അപ്പൊ ഈ വിരോധങ്ങളൊക്കെ നമുക്ക് സമന്വയിപ്പിക്കണം. ഈ വിരോധങ്ങൾ ഉണ്ട്, അതുകൊണ്ട് ഇവയൊക്കെ മോശമാണെന്ന് പറഞ്ഞ് ഇവയെ തള്ളിക്കളയല്ല വേണ്ടത്. മറിച്ച് ആ വിരോധങ്ങൾക്കിടയിലും ഇവയെല്ലാം കൂട്ടിച്ചേർക്കാൻ ആവശ്യമായ ചില ഏകത്വ ദർശനത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് വിരോധങ്ങളെ സമന്വയിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ വൈരുദ്ധ്യങ്ങളും അസ്തമിക്കും. അടുത്ത വിരോധം എന്താണ്? അടുത്ത വിരോധം പറയുകയാണ് ഈശേ വികൽപ്പനാത്. മൂന്നാമത്തെ കാര്യം നോക്കി, ഈശേ വികൽപ്പനാത്. ഈശേ വികൽപ്പനാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനുള്ള വിവിധ കൽപ്പനകൾ, വിവിധ ഭാവങ്ങൾ. അപ്പൊ മറ്റു രണ്ട് കാര്യങ്ങൾ പറയുമ്പോഴും ഒന്നാമത്തെ വിരോധമായ മതത്തിന്റെയും രണ്ടാമത്തെ വിരോധഭാവമുള്ള ജാതിയുടെയും കാര്യം വരുമ്പോൾ അവിടെ പ്രയോഗിച്ച വാക്ക് വേറെയാണ്. മതേ ദ്വേഷാത് എന്നാണ് പറഞ്ഞത്. മതത്തിലുള്ള വിദ്വേഷം കൊണ്ട്. അതേപോലെ ജാതോ വിരോധ, ജാതിയിലുള്ള വിരോധം കൊണ്ട്. പക്ഷെ ഈശ്വരന്റെ കാര്യം വന്നപ്പോൾ അവിടെ കുറച്ചും കൂടി ഒരു ലഘൂകരിച്ചു. ഈശ്വരനുള്ള വിരോധം കൊണ്ടെന്നോ ഈശ്വരനുള്ള വിദ്വേഷം കൊണ്ടൊന്നും പറഞ്ഞില്ല, മറിച്ച് ഈശ്വര വികൽപ്പന, ഈശ്വര സങ്കല്പത്തിലുള്ള ചില അഭിപ്രായ ഭിന്നതകൾ കാരണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നോക്കൂ, നമ്മുടെ ഭാരതീയ ദർശനങ്ങളിലും എബ്രഹാമിക് ദർശനങ്ങളിലും എല്ലാം തന്നെ ദൈവസങ്കല്പങ്ങളുണ്ട്. ഭാരതത്തില് ഈശ്വരനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുമുണ്ട്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിന്ദു മതത്തിൽ ഒരുപാട് ദൈവസങ്കല്പങ്ങളില്ലേ? ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികളാണോ? ഈശ്വര സങ്കല്പത്തെ കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഹിന്ദു മതത്തിലെ ഈ ദേവതാ സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. അപ്പൊ ഹിന്ദു മതത്തില് അനേക ദേവതകളുണ്ട്, പക്ഷെ ദൈവം ഒന്നേ ഉള്ളൂ.
ഏകം സത് വിപ്രാ ബഹുധാ വദന്തി ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ഹിന്ദുമതത്തെ സംബന്ധിച്ച് ഈ ഓരോ പ്രപഞ്ച പ്രതിഭാസത്തിന്റെ പുറകിലും കാണുന്ന നിയമങ്ങൾ, അതിനിയമങ്ങൾ, ആ നിയമങ്ങളെയും ദേവതകളായിട്ട് മാനിക്കുന്നുണ്ട്. ഇവിടെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ആ മഴയുടെ പുറകിൽ ഒരു നിയമമുണ്ട്. അപ്പൊ നിയമമില്ലാതെ മഴ തനിയെ പെയ്യില്ലല്ലോ. ആ നിയമത്തെ എന്ത് പറയുന്നു? ആ നിയമത്തെ ആര്യന്മാർ, വൈദികർ ഇന്ദ്രൻ എന്ന് പറയും. അതുപോലെ സമുദ്രം നിലനിൽക്കണമെങ്കിൽ ആ സമുദ്രത്തെ നിലനിർത്തുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തെ വരുണൻ എന്ന് പറയും. അങ്ങനെ ഓരോ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കും പുറകിലുള്ള അധിനിയമങ്ങളെ, പ്രാപഞ്ചിക നിയമങ്ങളെ ദേവത എന്ന് പറയുന്നു. അത്തരത്തിൽ ഒരുപാട് ദേവതാഭാവങ്ങൾ ഹിന്ദുമതത്തിലുണ്ട്. പക്ഷെ ദൈവം എന്ന, ഈശ്വരൻ എന്ന സങ്കല്പത്തിലേക്ക് ഉയരുമ്പോൾ ഹിന്ദുമതവും ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതമാണ്. പക്ഷെ ആ ഏകദൈവ വിശ്വാസം ഇതര എബ്രഹാമിക് മതങ്ങളിലെ ഏകദൈവ വിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തതയുണ്ട്. അത് നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സുകളിൽ ഈ വിഷയം വരുമ്പോൾ ചർച്ച ചെയ്യാം. ഇനി നോക്കൂ, ഹിന്ദു മതത്തിൽ തന്നെ ഒരുപാട് ഉപമതങ്ങളുമുണ്ട്. ഇപ്പൊ ശൈവര്, ശാക്തേയര്, വൈഷ്ണവര്, ഗാണപത്യര്, സൗരർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ശങ്കരാചാര്യ സ്വാമികൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ള പല മതങ്ങൾക്കും ഒരു ലോപം സംഭവിച്ചത്. ശങ്കരാചാര്യ സ്വാമികള് അദ്വൈത വേദാന്ത ദർശനത്തെ ഉയർത്തി ഒരു വാദപ്രതിവാദ താർക്കിക സമ്പ്രദായത്തിലൂടെ ഇതര മതങ്ങളെല്ലാം ഖണ്ഡനം നടത്തി അദ്വൈത വേദാന്ത സമ്പ്രദായത്തിന് വലിയൊരു മേൽക്കൈ ഇവിടെ ഭാരതത്തിൽ സ്ഥാപിക്കേണ്ടായി. അതിനുശേഷം നമുക്ക് ഇന്ന് നമ്മുടെ മുമ്പിൽ ശാക്തേയരോ, വൈഷ്ണവരോ, ഗാണപത്യരോ, സൗരരോ അങ്ങനെ വ്യത്യസ്തമായ ഹിന്ദു മതത്തിന്റെ ഉള്ളിലുള്ള മതവിഭാഗങ്ങൾ കാണാൻ സാധിക്കില്ല. വിശ്വാസികൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവരെല്ലാം പൊതുവെ ഹിന്ദുക്കൾ തന്നെയാണ്. ഗണപതിയാണ് പരമമായ ദൈവം, ഗണപതിക്ക് അപ്പുറത്ത് ഒരു ദൈവമില്ലെന്ന് വിശ്വസിച്ച് ആ തരത്തിൽ ഉപാസനാ സമ്പ്രദായങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമൂഹത്തെ ഗാണപത്യർ എന്ന് പറയുന്നു. ദേവിയാണ് പരമമായ ദൈവം, ശക്തിക്ക്, ജനനിക്ക് അപ്പുറത്ത് മറ്റൊരു ദൈവസങ്കല്പം ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകുന്നവരെ എന്ത് പറയുന്നു? ശാക്തേയർ എന്ന് പറയുന്നു. ഇനി ഒരു ഫിലോസഫിയുടെ ആധാരത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വിവിധ ദർശനങ്ങൾ തമ്മിലും ദൈവസങ്കല്പത്തിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഇപ്പൊ സാങ്ക്യ ദർശനം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ ഒരു ചിന്താ പദ്ധതിയാണ്, ഒരു ഫിലോസഫിയാണ് സാങ്ക്യം. ഭാരതത്തിൽ മുഖ്യമായിട്ടും 6 ദർശനങ്ങളുണ്ട്. സാങ്ക്യം, യോഗം, ന്യായം, വൈശേഷികം, ഉത്തരമീമാംസ, പൂർവമീമാംസ എന്നൊക്കെ പറഞ്ഞു. അതില് സാങ്ക്യ ദർശനം, ആ സാങ്ക്യ ദർശനത്തിൽ ദൈവത്തെ അംഗീകരിക്കുന്നില്ല, ഒരു ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നില്ല. അതൊരു ആത്മീയ ദർശനമാണെങ്കിൽ കൂടിയും ആ ദർശനത്തിൽ ദൈവത്തെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ആ സാങ്ക്യ ദർശനത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ദർശനമാണ് യോഗ ദർശനം. ആ യോഗ ദർശനത്തിൽ ദൈവത്തെ അംഗീകരിക്കുന്നു. ഇനി ഈശ്വരനെ കുറിച്ച് ഏറ്റവും വിഭിന്നമായ, അതായത് മറ്റൊരു മതവും പറയാത്ത ഒരു കാഴ്ചപ്പാട് പറഞ്ഞ ദർശനമാണ് വേദാന്ത ദർശനം. ലോകത്തിൽ വേദാന്ത ദർശനത്തിൽ മാത്രമാണ് ഈശ്വരൻ സർവവ്യാപിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റെല്ലാ മതങ്ങളെയും നമ്മൾ ഹിന്ദു മതത്തിലെ മറ്റ് ദൈവസങ്കല്പങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എബ്രഹാമിക് മതങ്ങളിലെ ദൈവസങ്കല്പത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവയിൽ എവിടെയും ഈശ്വരൻ സർവവ്യാപിയാണെന്ന് പറയുന്നില്ല. ഈശ്വരൻ സർവശക്തനാണെന്ന് പറയുന്നു, സർവജ്ഞനാണെന്ന് പറയുന്നു. പക്ഷെ ഈശ്വരൻ നമുക്ക് അന്യമായ ഏതോ ഒരു സ്ഥാനത്ത്, ഒരു ഗോലോകത്തിലോ ഒരു വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ ഏതോ ഒരു ആകാശങ്ങൾക്ക് അപ്പുറത്തോ ഇരിക്കുന്ന ശക്തി വിശേഷമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ വേദാന്ത ദർശനമാണ് സർവാന്തര്യാമിയായ സർവചരാചരങ്ങളിലും വസിക്കുന്നതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇപ്രകാരത്തിൽ ഈശ്വര സങ്കല്പത്തിലും വൈവിധ്യങ്ങളുണ്ട്. അപ്പൊ 3 പ്രകാരത്തിലാണ് വൈവിധ്യങ്ങൾ വന്നിരിക്കുന്നത്. 1 ജാതി എന്ന വിഷയത്തിൽ, 2 മതം എന്ന വിഷയത്തിൽ, 3 ഈശ്വരൻ എന്ന വിഷയത്തിൽ. അപ്പൊ ഈ വൈരുദ്ധ്യങ്ങൾ വീണ്ടും മുന്നോട്ട് കുറെ ശ്ലോകങ്ങളിലൂടെ ശിഷ്യന്മാർ ഗുരുസമക്ഷം ഉണർത്തിക്കും. അതിനുശേഷം ഈ വൈരുദ്ധ്യങ്ങളെല്ലാം സമന്വയിച്ചുകൊണ്ട് ഗുരുവിന്റെ പ്രൗഢമായ സമന്വയ ദർശനം സ്വാമി തൃപ്പാദങ്ങൾ അഭിവ്യക്തമാക്കും. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കാം. ഈ ക്ലാസ്സുകൾ നല്ല രീതിയിൽ മനനം ചെയ്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞാൽ സംശയ നിവാരണത്തിന് വേണ്ടി കുറച്ച് സമയം വെക്കാം. ആ സമയത്ത് നമ്മൾ രേഖപ്പെടുത്തിയ സംശയങ്ങളെ ചോദിക്കാം. ഇപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.
ഓം പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.